102 സങ്കീർത്തനം ഇങ്ങനെയാണ്: കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിൽ എത്തട്ടെ. എൻ്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങ് എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ. അങ്ങ് എനിക്ക് ചെവി തരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് വേഗം ഉത്തരം തരണമേ. അവിടേക്ക് നമ്മൾ നിന്നു പോകുന്നു തോന്നല്ലേ? നമ്മുടെ എല്ലാ ഏറ്റവും വലിയ ആഗ്രഹം ഇതൊക്കെ തന്നെയല്ലേ? എൻ്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങ് എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ, എനിക്ക് ചെവി തുറന്നു തരണേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരം തരണേ കർത്താവേ. സങ്കടത്തിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥന ഇത് തന്നെയാണ്. പീഡിതന്റെ പ്രാർത്ഥന എന്നല്ല, നമ്മുടെയൊക്കെ പേരെടുത്ത് വിളിച്ച് ഇതെന്റെ പ്രാർത്ഥന എന്നൊക്കെ നമ്മൾ പറയണം. 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. 3 ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ച് പിന്നീട് വായിക്കണേ. 4-ാം വാക്യം: എൻ്റെ ഹൃദയം പുല്ലുപോലെ വാടിപ്പോകുന്നു, ഞാൻ ആഹാരം കഴിക്കാൻ മറന്നു പോകുന്നു, കരഞ്ഞ് കരഞ്ഞ് ഞാൻ എല്ലും തോലുമായി. വാട്ട് ആർ യു ആർ ഗോയിങ് ത്രൂ? അതിപ്പോൾ കടന്നു പോകുന്ന എന്ത് സങ്കടമാണേലും വേക്കപ്പ്, ഈശോയെ നോക്ക്. പുരമുകളിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാതെ നിന്റെ അടുത്തേക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന ഈശോയുടെ അടുത്ത് കുറച്ചു നേരം പോയിട്ട് ആവലാതിയെങ്കിൽ ആവലാതി, പരാതിയെങ്കിൽ പരാതി കൊണ്ട് ഇറക്കി വെക്കണോ? നമുക്ക് വേറെ ആരോ ഉള്ളത്? ഈശോ ഉണ്ടല്ലോ. ജോബൊക്കെ ഇങ്ങനെ പറയുന്നില്ലേ പഴയ നിയമത്തിൽ, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്, ഭൂമിയിലും മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല, മതിയെന്നേ, ഈശോ ഇവിടെ ഉണ്ടല്ലോ. നമ്മളെ അങ്ങനെ തോപ്പിക്കാൻ 1000 പേര് നിൽക്കുമ്പോഴും നീ എഴുന്നേറ്റ് വാടാന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ഇവിടെ നിൽപ്പില്ലേ? എല്ലാവരും ചവിട്ടി താഴ്ത്തുമ്പോൾ നിന്നെ എഴുന്നേപ്പിച്ച് നിർത്താൻ ഇവിടെ ഒരാളില്ലേ? നിന്നെ തവിടുപൊടി ഓക്കി നിൽക്കാൻ 50 പേര് ചുറ്റും നിൽക്കുമ്പോൾ നിന്നെ പണിതുയർത്താൻ ഒരാൾ ഇവിടെ ഇല്ലേ? നിന്റെ നേരെ ചെവി അടച്ചു പിടിക്കുന്ന 10 പേര്, തിരിഞ്ഞു നോക്കാത്ത 5 പേര്, നിന്റെ നേരെ ചെവി തുറന്നു പിടിച്ച് കണ്ണും തുറന്നു നോക്കി നിന്നെ സ്നേഹിക്കുന്ന ഈശോ ഇവിടെ തന്നെ ഇല്ലേ കുഞ്ഞെ? എഴുന്നേക്ക്. ഐ പ്രേ ഫോർ യു. ഈ ഒരു ബോധ്യം നിന്റെ ഉള്ളിലോട്ട് നിറയാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. എൻ്റെ ബ്ലസ് യു. എനിക്ക് കിട്ടിയിരിക്കുന്ന ഈശോയുടെ പൗരോഹിത്യത്തിൻ്റെ ആ സ്നേഹത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. 102 സങ്കീർത്തനത്തിലെ എല്ലാ വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ.